നാഷണൽ പാർക്കിന്റെ ഉള്ളിലാണ് ആ കോളേജ് വരുന്നത്. അപ്പൊ നമ്മുടെ മെസ്സിലൊക്കെ എന്താ യൂട്യൂബിൽ ജസ്റ്റ് നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ ഞാനൊക്കെ ആയിരിക്കും നമ്മളെ മെസ്സിലൂടെ ഒക്കെ കയറി ഇറങ്ങി പോകുന്നുണ്ടാവും. അഡ്മിഷൻ എടുത്തതിന് ശേഷമാണ് സൂരത്കല്ല് ബീച്ച് ഉള്ളത് അറിയണേ. ഈ എന്റെ റിഗ്രറ്റ് ഇതുവരെ മാറിയിട്ടില്ല. കാരണം ബീച്ച് ഓൾറെഡി നമുക്ക് എല്ലാവർക്കും ഒരു ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണല്ലോ. ബീച്ചുള്ള ക്യാമ്പസ് അറിഞ്ഞില്ല, ആരും പറഞ്ഞില്ല ക്യാമ്പസിന് പുറത്ത് പോകേണ്ട ഒരു ആവശ്യമില്ല. എല്ലാം ഒരു ടൗൺഷിപ്പ് ആയിക്കോട്ടെ, നമ്മള് എന്തൊരു സാധനം വാങ്ങിക്കണം എന്ന് വിചാരിക്കും, എല്ലാം കോളേജിനുള്ളിൽ തന്നെ അവൈലബിൾ. ഈവൻ ഇപ്പൊ NIT ട്രിച്ചിയിലാണെങ്കിൽ ഹോസ്പിറ്റൽ, അവിടെ സൂപ്പർ മാർക്കറ്റ് എല്ലാം കോളേജിനുള്ളിൽ തന്നെ അവൈലബിൾ ആണ്. ഇവിടെ നോർമൽ കോളേജുകളിലൊക്കെ പഠിക്കുന്ന സ്റ്റുഡൻസിന് അക്കാദമിക് ബേർഡൻസ് കൂടുതലാണ്. അതായത് അക്കാദമിക്സിലുള്ള കാര്യങ്ങൾ സബ്മിറ്റ് ചെയ്തിട്ട് അവർക്ക് വേറെ സമയം കിട്ടുന്നില്ല. പക്ഷെ നമുക്ക് ഇവിടെ നേരത്തെ സൂചിപ്പിച്ച പോലെ പല ക്ലബ് ആക്ടിവിറ്റീസ്, പല സെല്ലുകൾ, അങ്ങനത്തെ കുറേ സംഭവങ്ങൾ നമുക്ക് ആക്ടിവിറ്റീസിൽ കിട്ടുന്നുണ്ട്. നേരത്തെ പവാസ് പറഞ്ഞല്ലോ ക്യാമ്പസ് ഭയങ്കര സ്പ്രെഡ് ആയിട്ടാണ്. അപ്പോൾ ഓരോ സ്ഥലത്ത് നമ്മുടെ ജേണി എങ്ങനെയായിരുന്നു? ഒരു സ്ഥലത്ത് ഇപ്പൊ എന്റേത് പറയുകയാണെങ്കിൽ എന്റെ ട്രിച്ചിയിൽ എങ്ങനെയായിരുന്നു, ഞങ്ങൾക്കെല്ലാം സൈക്കിൾ ഉണ്ടായിരുന്നു. ഇപ്പൊ കോളേജ് എന്ന് പറയുമ്പോൾ എന്താണ്, എല്ലാവരും +2 കഴിഞ്ഞാൽ നേരെ ഒരു ബൈക്ക് എടുക്കുക, ബുള്ളറ്റ് എടുക്കുക. ആ ഒരു ലൈഫ് സ്റ്റൈൽ ആയിരിക്കും നാട്ടിലത്തെ പിള്ളേര് കൂടുതലും ചെയ്യുന്നുണ്ടാവുക. പക്ഷെ നമ്മുടെ NITകളിൽ അത് തന്നെ ഒരു കസ്റ്റമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. ഒരു നല്ല ഗ്രീൻ ക്യാമ്പസ് ഭയങ്കര, എനിക്ക് തോന്നുന്നത് കൾച്ചറലിയും പിന്നെ കുറെ കൂടെ സ്റ്റുഡൻസ് കണക്ഷൻസിനും ഒക്കെ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. NITയിലും അങ്ങനെ തന്നെ. പക്ഷെ ചില സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് ഒക്കെ എനിക്ക് തോന്നുന്നത് ഇപ്പോഴും ബൈക്സ് മറ്റു കാര്യങ്ങളൊക്കെ അലൗഡ് ആണെന്ന് തോന്നുന്നുണ്ട്. പക്ഷെ കൂടുതൽ സൈക്കിളിലോട്ട് സൈക്കിളിൽ എനിക്ക് അത് ഭയങ്കര ഒരു അഡ്വാൻറ്റേജസുകൾ കണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഒന്ന് സൈക്ലിംഗ് ഓഫ് കോഴ്സ് എക്സസൈസ് അല്ലെങ്കിൽ ഫിസിക്കൽ ആക്ടിവിറ്റി എന്നുള്ള പെർസ്പെക്റ്റീവിലൊക്കെ ഓക്കെയാണ്. അപ്പൊ നമ്മൾ സൈക്കിളിൽ ഇങ്ങനെ സംസാരിച്ച് ക്യാമ്പസിലൂടെ പോകുന്ന ഒരു വൈബ് അത് വേറെ തന്നെയാണ്. കുറെ ആളുകളായിട്ട് ഈവനിങ്സ് എല്ലാം വെറൈറ്റി ആക്കി മാറ്റാം. ഈവൻ ഞാൻ അവിടെ ടീച്ചേഴ്സ് അടക്കം പോകുന്നത് കണ്ടിട്ടുണ്ട്. അപ്പൊ പ്രൊഫസേഴ്സ് ഒക്കെ എന്നെ പഠിപ്പിച്ച ചില ടീച്ചേഴ്സ് ചില സമയത്ത് ഇങ്ങനെ സൈക്കിൾ ഓടിച്ച് എന്നെ പോകുന്നത് കണ്ടിട്ടുണ്ട്. എന്റെ 3rd ഇയർ സമയത്ത് ഞാൻ ഇന്റേൺഷിപ്പ് ചെയ്തിട്ടുണ്ട്. എന്റെ പ്രോജക്ട് ഇന്റേൺഷിപ്പിൽ പ്രോജക്ട് തന്നെ ആയിരുന്നു, DRDOയുടെ ഒരു പ്രോജക്റ്റ് ആയിരുന്നു. ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു IIT മദ്രാസിലായിരുന്നു. മദ്രാസിലായിരുന്നു ആ സമയത്ത്. അതെന്ന് പറഞ്ഞാല് എന്താണ്, അത് ഇന്ത്യൻ നാഷണൽ പാർക്കിന്റെ ഉള്ളിലാണ് ആ കോളേജ് വരുന്നത്. അപ്പൊ നമ്മുടെ മെസ്സിലൊക്കെ എന്താ യൂട്യൂബിൽ ജസ്റ്റ് നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ പോയ സമയത്തും കണ്ടിരുന്നു. മാനൊക്കെ ആയിരിക്കും നമ്മളെ മെസ്സിലൂടെ ഒക്കെ കയറി ഇറങ്ങി പോകുന്നുണ്ടാവും. ഇവിടെ നമ്മള് ഇപ്പോ വാഷ് ചെയ്ത് കഴിഞ്ഞ ക്ലോത്ത്സ് അതിലിടാൻ പറ്റില്ല, അത് കുരങ്ങന്മാരെ എടുത്തുകൊണ്ടാവും നമ്മളെ ഡ്രസ്സൊക്കെ. ആ സമയത്ത് എന്താണ് ഒരു കംപ്ലീറ്റ്ലി നമ്മളൊരു ഫോറസ്റ്റിന്റെ ഉള്ളിൽ ജീവിക്കുന്ന ഒരു എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ആ ഒരു കാലഘട്ടം അവിടെ ഇപ്പോൾ നമ്മുടെ പെയ്ഡ് സൈക്കിൾസ് ഉണ്ട്, കുറച്ച് ഫ്രാഞ്ചൈസ് ചേർന്നിട്ട് നമ്മൾ ജസ്റ്റ് റീചാർജ് ഓലൊക്കെ ക്യാമ്പസിൽ കൊണ്ടുവന്നിരുന്നു. പക്ഷേ ഗരഖ്പൂർ ഏതും വിജയിച്ചില്ല എന്ന് തോന്നുന്നത്. കാരണം സ്റ്റുഡൻസ് അതെന്ത് ചെയ്യും, എടുത്ത് പൊട്ടിച്ച് യൂസ് ചെയ്യുന്ന രൂപത്തിലാണ്. രസമായിരുന്നു ആ ഒരു കാലഘട്ടം, ആ ഒരു 4 കൊല്ലം. ഇപ്പോൾ എന്റെ ഈ ക്യാമ്പസ് കണക്ട് ചെയ്യാന്നുള്ളത് ഇത് തന്നെയാണ് ഒന്ന്. പിന്നെ വേറൊന്ന് ബസ്സസ് ഉണ്ടാവും എല്ലാ 1 hour 15 minutes. മദ്രാസ് ക്യാമ്പസിൽ ഞാൻ ക്യാമ്പസിന് പുറത്ത് പോകേണ്ട ഒരു ആവശ്യമില്ല. എല്ലാം ഒരു ടൗൺഷിപ്പ് ആയിക്കോട്ടെ, നമ്മള് എന്തൊരു സാധനം വാങ്ങിക്കണം എന്ന് വിചാരിക്കും, എല്ലാം കോളേജിനുള്ളിൽ തന്നെ അവൈലബിൾ. ഈവൻ ഇപ്പൊ NIT ട്രിച്ചിയിലാണെങ്കിൽ ഹോസ്പിറ്റൽ, അവിടെ സൂപ്പർ മാർക്കറ്റ് എല്ലാം കോളേജിനുള്ളിൽ തന്നെ അവൈലബിൾ ആണ്. ഈവൻ പോസ്റ്റ് ഓഫീസ്, പിന്നെ നമ്മുടെ SBI ബാങ്ക് എല്ലാം എന്താണ് കോളേജിന്റെ ഉള്ളിൽ തന്നെ അവൈലബിൾ ആണ്. ഒരു കോളേജിന് പുറത്ത് പോകണമെങ്കിൽ വേറൊരു ലോകം, കോളേജ് ആ ഗേറ്റ് കയറുകയാണെങ്കിൽ വേറൊരു ലോകമായിരുന്നു. ഗരഖ്പൂരൊന്നും പുറത്തു പോകാനുള്ള ഓപ്ഷനേ ഇല്ല. മീൻസ് അതല്ല, ക്യാമ്പസ് വിട്ട് കഴിഞ്ഞാൽ പിന്നെ കൊൽക്കത്ത എത്തണം. കൊൽക്കത്ത ഒരു സിറ്റി എന്നുള്ള. പക്ഷെ മദ്രാസ് എനിക്ക് തോന്നുന്ന പ്രശ്നമില്ല. ഞാൻ മദ്രാസ് ബോംബെ എല്ലാം സിറ്റിന്റെ ഉള്ളിൽ തന്നെയാണ് ക്യാമ്പസ് ഉള്ളത്. ജലന്ധറൊക്കെ എന്റെ ഒരു സജഷൻ, ഈ വീഡിയോ കാണുന്ന എല്ലാവരും അറ്റ്ലീസ്റ്റ് വൺസ് ഇൻ എ ലൈഫ് ടൈം ഒരു IIT മദ്രാസ്, IIT ബോംബെ ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്യാൻ പോകാൻ പറ്റും. ഞാനത് ഇപ്പം ലാസ്റ്റ് ഓറിയന്റേഷൻസ് കുറെ സ്റ്റുഡൻസുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ ചോദിക്കാറുണ്ട് ചില സ്റ്റുഡൻസ്, നിങ്ങൾ ഏതെങ്കിലും ക്യാമ്പസ് വിസിറ്റ് ചെയ്തിട്ടുണ്ടോ, ക്യാമ്പസിൽ പോയിട്ടുണ്ടോ? അപ്പൊ അവരൊരു കൺസേൺ എന്ന് വെച്ച് കഴിഞ്ഞാല് അങ്ങനെ പറ്റുമോ എന്നുള്ളതാണ്. അപ്പൊ എനിക്ക് എങ്ങനെ മദ്രാസ് പോകാൻ പറ്റും, അല്ലെങ്കിൽ എങ്ങനെ പോകാൻ പറ്റും? അപ്പൊ അത് പല ആളുകൾക്കും അറിയില്ല. ഇപ്പൊ എനിക്ക് തോന്നുന്നു പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളും ഓപ്പൺ ഡേ ഉണ്ട്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിൽ IIScയിൽ ഏകദേശം ഫെബ്രുവരി ലാസ്റ്റിലാണ്. നമുക്ക് ജസ്റ്റ് പോയാൽ മതി. അല്ലെങ്കിൽ അവരുടെ ടെക് ഫെസ്റ്റ് അല്ലെങ്കിൽ ആർട്സ് ഫെസ്റ്റ് അങ്ങനത്തെ പല ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് വരുന്നുണ്ട്. പല കോളേജിൽ തന്നെ IV ആയിട്ടൊക്കെ ഇപ്പൊ മദ്രാസിലൊക്കെ പോകാറുണ്ട്, അവരുടെ റിസർച്ച് ഫെസിലിറ്റി ഒക്കെ കാണാൻ പോകാറുണ്ട്. ഇപ്പൊ അതൊന്നും വേണ്ട, നമ്മൾ അടുത്തുള്ള NIT കാലിക്കറ്റിലോട്ട് ഭയങ്കര ഇൻസ്പിറേഷൻ ആണ്. കാരണം നമ്മളിപ്പം ഓൾറെഡി ഉള്ള ഒരു സ്കൂൾ അല്ലെ ഓൾറെഡി ഉള്ള ഒരു ക്യാമ്പസ്, അതും വെച്ച് നമുക്കൊരു കമ്പാരിസൺ കിട്ടുമ്പോൾ ലൈക്ക് എനിക്ക് ഇവിടെ പോയി പഠിച്ചാൽ കൊള്ളാം എന്നൊരു തോട്ട് വന്നാൽ തന്നെ
അവിടുന്ന് നമുക്ക് ഭയങ്കര ഇൻസ്പിറേഷൻ ആയിരിക്കും അത്. ആ ഒരു ക്യാമ്പസ് കാണുമ്പോൾ തന്നെ നമുക്ക് ഞാൻ അതുപോലെ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് IISc ക്യാമ്പസ് വിസിറ്റ് ചെയ്തിരുന്നു, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ്. അപ്പൊ ആ സമയത്ത് IISc ക്യാമ്പസും ഇതുപോലെ ബാംഗ്ലൂർ ഭയങ്കര ബെസ്റ്റ് ബ്യൂട്ടിഫുൾ ക്യാമ്പസ് ആണ് ആക്ച്വലി. അപ്പൊ ആ സമയത്ത് അതെനിക്ക് ഭയങ്കരമായിട്ട് ഇൻസ്പിറേഷൻ തന്നു. അപ്പൊ ഇത് കേൾക്കുന്ന പലർക്കും അറിയുന്നുണ്ടാവില്ല എന്താണ് IISc. ഞാൻ ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്ത് ഇന്ററപ്റ്റ് ചെയ്ത് പറയാണ്. നമ്മളെ NIRF റാങ്കിങ്ങിൽ നമ്പർ 1 കോളേജ് ആണ്, ഇന്ത്യയിലെ തന്നെ നമ്പർ 1 കോളേജ് ആണ് ഏത് IISc എന്ന് പറയുന്നത്. അപ്പൊ ഇത് കേൾക്കുന്ന പലർക്കും അറിയുന്നുണ്ടാവില്ല എന്താണ് IISc. അപ്പോ ഇത് പറഞ്ഞ പോലെ എന്താണ് അതിലെ ഒരു ഏറ്റവും രസകരമായിട്ടുള്ള ഒരു സാധനം കൂടെ ഞാൻ ഇവിടെ ആഡ് ചെയ്ത് തരാം. ശരിക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഞാൻ നീറ്റ് മെഡിക്കൽ എൻട്രൻസ് റിപ്പീറ്റ് ചെയ്യാൻ പോയിട്ട് IISc എന്നുള്ള ടേമാണ് ഞാൻ ആദ്യം കേൾക്കുന്നത്. IISc വഴിയാണ് ഞാൻ ആക്ച്വലി ഇങ്ങനെ IIT കുറിച്ചൊക്കെ അറിയുന്നത്. അപ്പോൾ IISc കുറിച്ച് ഞാൻ അന്ന് ചെറിയൊരു റിസർച്ച് നടത്തിയ സമയത്ത് എനിക്ക് മനസ്സിലായി IISc സൈറ്റിൽ കൃത്യമായിട്ട് കൊടുത്തിട്ട് നമുക്ക് എങ്ങനെ IISc എത്താം. അപ്പൊ അന്ന് അതിലുണ്ടായിരുന്നു AIPMT വഴി എത്താൻ പറ്റും. അപ്പൊ സ്വാഭാവികമായിട്ടും ഞാൻ ചിന്തിച്ചത് എന്താ വെച്ച് കഴിഞ്ഞാല് AIPMT എല്ലാവരും നോക്കുന്നത് എന്തിനാ, ഡോക്ടർ ആവണം, MBBS വേണ്ടിയിട്ട് ഓൾ ഇന്ത്യ കോട്ടയിൽ നല്ല സ്ഥലങ്ങളിൽ അഡ്മിഷൻ കിട്ടും. ഞാൻ സ്വാഭാവികമായിട്ടും ചിന്തിച്ചത് AIPMT ചെറിയ മാർക്ക് എന്തെങ്കിലും മതി, ചെറിയ റാങ്ക് ഒക്കെ മതി, എന്നാലും നമ്മൾ കേൾക്കാത്ത കോളേജ് ആണല്ലോ. എല്ലാവരും ഡോക്ടർ ആവാനല്ലേ പോവാ. IISc ഞാൻ നോക്കുമ്പോ MBBS കോഴ്സ് എന്തായാലും ഇല്ല. അപ്പൊ ഞാൻ അതാണ് പ്രതീക്ഷ നിൽക്കുന്നത്. പിന്നെ ആണ് ഞാൻ എൻ്റെ റിയാലിറ്റി മനസ്സിലായത്. ഞാൻ കുറേ റിസർച്ച് നടത്തി, അതിൽ ഞാൻ കണ്ടു, ഞാൻ അന്ന് തകർന്നു. അതായത് AIPMT ഓൾ ഇന്ത്യ റാങ്ക് 100-ന്റെ 150-ന് താഴെ വന്നാലാണ് അത്രേ IISc നമ്പർ 1. അതുകൊണ്ട് തന്നെ നമ്പർ 1 അക്കാഡമിയാണ്. ഇപ്പൊ റിസർച്ച് ആയിട്ട് ആഗ്രഹമുള്ള സ്റ്റുഡൻസിന് ഏറ്റവും പറ്റിയ ഒരു ബയോളജിയിലൊക്കെ നല്ല ബയോടെക്നോളജി അതെല്ലാം ഇത് വരുന്നുണ്ട്. അതേപോലെ തന്നെ ഐസറിനെ പറ്റി നമുക്ക് പലർക്കും അറിയില്ല. ഇപ്പൊ JEE എക്സാം വഴി തന്നെയാണ് ഐസർ വഴി എടുക്കാറ്. അപ്പോൾ ഐസറിനെ പറ്റി IISc പറ്റി ഇതിനെ പറ്റിയൊക്കെ നമ്മൾ കൂടുതൽ ഡിസ്കസ് ചെയ്യും. ഇനി വരുന്ന പല വീഡിയോസിലായിട്ട് നമ്മൾ കൂടുതൽ പറയുന്നുണ്ടാവും. നമ്മുടെ ഡിസ്കഷൻ ഇങ്ങനത്തെ ഡിസ്കഷൻസ് നമ്മൾ അതിനെപ്പറ്റി കൂടുതൽ എക്സ്പ്ലോർ ചെയ്യും, അങ്ങനത്തെ കാര്യങ്ങൾ. അതന്നെയാണ് നമ്മുടെ ഉദ്ദേശവും. ഇനി എനിക്ക് തോന്നുന്നത് ക്യാമ്പസുകളെ കുറിച്ച് ഇപ്പൊ നമ്മൾ പറഞ്ഞു. ഓഫ്കോഴ്സ് നല്ല ബെസ്റ്റ് ക്യാമ്പസുകളാണ് എല്ലായിടത്തും സജ്ജീകരിച്ചിട്ടുള്ളത്. അപ്പൊ ഞാൻ എപ്പോഴും മനസ്സിലാക്കുന്ന ഒരു കാര്യം, നിങ്ങളിപ്പം IIT-ലോ NIT-ലോ ഒക്കെ പോയി ചോദിച്ചിട്ട് ഒരാളോട് ചോദിക്കാം അപ്പൊ എങ്ങനെ ബൈ ചാൻസ് കയറിയത് ഒരാൾക്ക് പോലും പറയാനുണ്ടാവില്ല എന്നാണ് മനസ്സിലായി. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള സ്ട്രഗിളിങ് സ്റ്റോറീസ് എന്തായാലും പറയാനുണ്ടാവും. ഒരാളെ പോലും ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ ഞാൻ എപ്പോഴും സ്റ്റുഡൻസിനോട് പറയുന്ന ഒരു സാധനമാണത്. അപ്പൊ നിങ്ങൾ പണിയെടുത്താൽ ശരിക്കും നിങ്ങൾക്കുള്ള ഒരു റിവാർഡാണ് ആക്ച്വലി അവിടെ വെച്ചത് എന്നുള്ളത്. ഞാൻ ക്യാമ്പസിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഇങ്ങനെ പറയാറുണ്ട്. ഇപ്പം ഒരു ക്യാമ്പസിന്റെ ഉള്ളിൽ തിയേറ്റർ ഉണ്ടെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുമെന്ന് ചോദിച്ചിട്ട്, ഇപ്പൊ ലാസ്റ്റ് മദ്രാസ് പോയ സമയത്ത് ഞാൻ കണ്ടിരുന്നു കൽക്കിയുടെ പോസ്റ്റർ. കൽക്കി ലേറ്റസ്റ്റ് റിലീസ് ചെയ്ത സാധനം അവിടെ ക്യാമ്പസിൽ ഇങ്ങനെ വെച്ച് ഓപ്പൺ എയർ തിയേറ്റർ ആയിട്ട് വെച്ച സംഭവം. അതേപോലെ ഞാൻ അന്ന് കൈദി സിരി ഫിലിം ഇറങ്ങിയ സമയത്ത് ഞാൻ അവിടുന്നായിരുന്നു, ഗർഗ്പൂർന്നായിരുന്നു കണ്ടത്. അപ്പൊ ഞാനത് ഇടക്ക് പറയാറുണ്ടായിരുന്നു, ഇപ്പൊ ഒരു ക്യാമ്പസിന്റെ ഉള്ളിൽ തിയേറ്റർ ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ എന്നൊക്കെ ചോദിച്ചിട്ട് സ്റ്റുഡൻസിനെ മോട്ടിവേറ്റ് ചെയ്യാറുണ്ട്. അപ്പൊ അതിന്റെ ഒരു പെർസ്പെക്റ്റീവ് ഞാൻ മനസ്സിലാക്കിയ ഒരു പെർസ്പെക്റ്റീവിൽ ശരിക്കും ഈ എക്സാംസ് ഒക്കെ ക്രാക്ക് ചെയ്ത് വന്ന ആളുകളെ ട്രീറ്റ് ചെയ്യുന്ന രൂപത്തിലാണ് ശരിക്കും ക്യാമ്പസുകൾ സജ്ജീകരിച്ചിട്ടുള്ളത്. ഇനി അതിന്റെ തന്നെ ഒരു ആഡ് ഓൺ കൂടി ഞാൻ പറയാം. ഇപ്പോൾ തിയേറ്റർ അതിനേക്കാളും നമ്മൾ വിശ്വസിക്കാത്ത വേറെ ഒരു സംഭവമുണ്ട്. ഇപ്പൊ നിങ്ങൾ NIT സൂറത്കല്ല് പോവാന്ന് വിചാരിക്കാം, അവിടെ പ്രൈവറ്റ് ബീച്ച് ഉണ്ട്. അത് ഇത് കാണുന്നവര് ജസ്റ്റ് ഇത് കേൾക്കുമ്പോൾ പെട്ടെന്ന് ഒരു ഡൗട്ട് അടിച്ച് വേറെ ഞാൻ പറയുന്ന സത്യമാണെന്ന് വേണമെങ്കിൽ ഗൂഗിൾ അവർ അടിച്ചു നോക്കുന്നുണ്ടാവും. കാരണം അവർ ഞാൻ പറയുന്ന അവർ വിശ്വസിക്കുന്നുണ്ടാവില്ല. കാരണം ജസ്റ്റ് ഒന്ന് നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കുക. കാരണം ഇതൊക്കെ കേൾക്കുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുക, ഇതിനെപ്പറ്റി കൂടുതൽ അന്വേഷിച്ച് തുടങ്ങുക. കാരണം ഒരു ബീച്ച് നമ്മുടെ പഠിക്കുന്ന കോളേജിൽ എന്ന് പറയുമ്പോൾ ജസ്റ്റ് അതായത് പഠിച്ച് എന്താണ് സ്ട്രെസ്ഡ് ആകുമ്പോൾ ജസ്റ്റ് ഒന്ന് പോയിരിക്കാൻ ഒരു സ്ഥലം, അടിപൊളി ക്യാമ്പസ് ആണ് NIT സൂറത്കല്ലാണെന്ന് തോന്നുന്നത്. നല്ല ബ്യൂട്ടി വൈസ് സൂറത്കല്ലാണ്. അഡ്മിഷൻ എടുത്തതിന് ശേഷമാണ് സൂരത്കല്ല് ബീച്ച് ഉള്ളത് അറിയണേ. ഈ എന്റെ റിഗ്രറ്റ് ഇതുവരെ മാറിയിട്ടില്ല. കാരണം ബീച്ച് ഓൾറെഡി നമുക്ക് എല്ലാവർക്കും ഒരു ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണല്ലോ. ബീച്ചുള്ള ക്യാമ്പസ് അറിഞ്ഞില്ല, ആരും പറഞ്ഞില്ല എന്നുള്ളൊരു. അതേപോലെ ആരും പറഞ്ഞില്ല, ബാക്കിയുള്ളവർക്ക് ആരും പറയാത്ത അവസ്ഥ ഉണ്ടാവാതിരിക്കട്ടെ. ക്യാമ്പസ് എനിക്ക് തോന്നുന്നത് ഇപ്പത്തെ ആളുകൾക്ക് ഇപ്പം +2 കഴിയുന്ന സ്റ്റുഡൻസിന് മേ ബി കുറച്ചുകൂടെ നമ്മളെക്കാട്ടിലും അപ്ഡേറ്റഡ് ആയിരിക്കും. കാരണം ക്യാമ്പസ് ടൂറുകൾ ഇപ്പോൾ യൂട്യൂബിൽ കൂടുതലുണ്ട്. ഇപ്പോൾ സ്റ്റുഡൻസിന്റെ തന്നെ പല സ്റ്റുഡൻസും പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ യൂട്യൂബ് ചാനൽ, ഇൻസ്റ്റാഗ്രാം പേജുകൾ, അപ്പോൾ ആ എക്സ്പോഷറിൽ കൊണ്ടത് കുറച്ചുകൂടെ ഒക്കെ സ്റ്റുഡൻസിന് കിട്ടുന്നുണ്ടാകും. ഇനി കമ്മിങ് ടു അക്കാദമിക് സ്ട്രക്ചേഴ്സ്, ഇപ്പം നമ്മളെ എക്സ്പീരിയൻസ് ചെയ്ത അക്കാദമിക് സ്ട്രക്ചറുകളൊക്കെ ഒന്ന് ബ്രീഫ് ചെയ്യാൻ പറഞ്ഞാൽ, ഇപ്പോൾ നമ്മളൊരു നാട്ടിലെ കോമൺ സിസ്റ്റത്തിൽ നിന്ന് അതിലേക്ക് മാറുമ്പോൾ ഒരു അക്കാദമിക് ഡിഫറൻസ് എങ്ങനെയായിരുന്നു? ഇപ്പോൾ അത് എനിക്ക് വ്യക്തമായിട്ട് പറയാൻ പറ്റും. കാരണം ഞാൻ പറഞ്ഞത്, ഞാൻ 2015 തൊട്ട് 19 വരെ ആയിരുന്നു എൻ്റെ BTech കാലഘട്ടം. അതേ സമയത്താണ് ഇവിടെ കേരളത്തിൽ എന്ത് വരുന്നത്, KTU വരുന്നത്.
അപ്പോൾ നമ്മുടെ സെയിം ബാച്ച് കൂടെ പഠിച്ച കൂട്ടുകാരെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, ഇവർ KTUയുടെ ആ ഒരു സിസ്റ്റത്തിലാണ് ഇവരുടെ സ്റ്റാർട്ടിങ് വരുന്നത് ബിടെക്. അപ്പോൾ ഇങ്ങനത്തെ ഞാൻ പഠിച്ച NITയിലും, അപ്പോൾ ഇങ്ങനത്തെ ഒരു പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് പഠിക്കാനുള്ള ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ എൻ്റെ NIT ട്രിച്ചിയിൽ 2 സെക്ഷൻ, മെക്കാനിക്കൽ A സെക്ഷനും B സെക്ഷനും ഉണ്ട്. ഇപ്പോൾ എനിക്ക് പ്രൊഫസർ A ആണെങ്കിൽ അവർക്ക് പ്രൊഫസർ B, ജസ്റ്റ് ഒരു എക്സാമ്പിൾ എന്നുള്ള രീതിയിൽ പറയാണ്. അപ്പോൾ എന്നെ പഠിപ്പിക്കുന്ന, അതായത് സെക്ഷൻ എനെ പഠിപ്പിക്കുന്ന ഫസ്റ്റ് പ്രൊഫസർ ആണ് എന്ത് ചെയ്യുന്നുണ്ടാവുക, ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വെക്കുന്നുണ്ടാവുക. പക്ഷെ അപ്പുറത്തെ സെയിം ഇയർ ആണ് സ്വന്തം, അതായത് ഒരു 5 മീറ്റർ പോലും വ്യത്യാസമില്ലാത്ത ദൂരമില്ലാത്ത അപ്പുറത്തെ ക്ലാസ് റൂമിൽ വേറെ പ്രൊഫസർ ആയിരിക്കും. ആ പ്രൊഫസർ ആയിരിക്കും അവിടുത്തെ ക്ലാസ് റൂമിൽ എന്ത് ചെയ്തിട്ടുണ്ടാവുക, ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ്, അവർ പഠിപ്പിച്ചത് മാത്രം, നമ്മുടെ ടീച്ചേഴ്സാണ് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് എക്സാം വൈസ് എന്തായിരിക്കും, സ്ട്രെസ്ഡ് ആവില്ല. കാരണം അവരെന്താണോ പഠിപ്പിച്ച സാധനം പഠിച്ചു പോയാൽ മതി. അതുവഴി നമുക്കുള്ള അഡ്വാൻറ്റേജ് എനിക്ക് മനസ്സിലാവാൻ കുറച്ച് സമയം എടുത്തു. ഇനീഷ്യലി ഇപ്പം ക്ലാസ്സിലെ നോട്ട്സ് ഒന്നും ഇല്ലായിരുന്നു. പിന്നീടാണ് ക്ലാസ് നോട്ട്സിന് IIT ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട് അവിടെ പിന്നീടാണ് മനസ്സിലായത്. നിങ്ങളെ കോളേജിലൊക്കെ ഇതുണ്ടാവും, സീറോ ഷോപ്സ് ഉണ്ടാവും, അവരായിരിക്കും. അതെ, കാരണം ആദ്യത്തെ എക്സാമിന് ഞാൻ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഞാൻ റെഫറൻസ് ബുക്ക് ഒക്കെ എടുത്തുണ്ടോന്ന് പഠിച്ചിട്ടോ. ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ റെഫറൻസ് ബുക്കുമായിട്ട് ബന്ധമില്ല. പിന്നെയാണ് എനിക്ക് മനസ്സിലായത്, ഓക്കെ ഇത് മിസ് എന്താണോ ക്ലാസ്സിൽ എടുക്കുന്നത് അതാണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്നത്. എന്നിട്ട് ഞാൻ ഫൈനൽ എക്സാമിന് വേണ്ടിയിട്ട് നോട്ട് എഴുതുന്ന ഫ്രണ്ട്സ് ഉണ്ടാവല്ലോ, കോപ്പി എടുക്കുന്നു, പഠിക്കുന്നു അന്ന്. എന്നിട്ട് എനിക്ക് ഭയങ്കര മാർക്ക് കിട്ടോ ഫൈനൽ എക്സാമിന്. എന്നിട്ട് എന്റെ ഫ്രണ്ട്സ് ഒന്ന് ചോദിച്ചു, അല്ല എന്ത് പറ്റി, മൈനറിനൊക്കെ 1 മാർക്ക് പോലും കിട്ടാത്ത ഒരാള് മേജറിന് ഭയങ്കര മാർക്ക് വായിക്കണം. അപ്പൊ എനിക്ക് മനസ്സിലായി, ഓക്കെ ഇവരെന്താണോ പഠിപ്പിക്കുന്നത് അതെ. സംഭവം എനിക്ക് തോന്നുന്നത് പ്രിസ്ക്രൈബ്ഡ് സിലബസ് സൈറ്റിലൊക്കെ ഉണ്ട്, കോഴ്സിലായിട്ടും PRP സിസ്റ്റത്തിലൊക്കെ സിലബസുകൾ കാണാറുണ്ട്. പക്ഷെ അവിടെ പല ടൈമിനും ഞാൻ എക്സ്പീരിയൻസ് ചെയ്തതും മോസ്റ്റ് പ്രോബ്ലി നിങ്ങളോ തന്നെ ആയിരിക്കാം, ടീച്ചർ ഡിപ്പെൻഡഡ് ആണ്. ഇതിന് അഡ്വാൻറ്റേജ് എന്താ, ചില സമയത്ത് ഇപ്പം എൻ്റെ 2 സെമസ്റ്ററുകളിലായിട്ട് ക്വാണ്ടം മെക്കാനിക്സ് പാർട്ട് 1ഉം പാർട്ട് 2 ഉണ്ടായിരുന്നു. അപ്പൊ അത് രണ്ടും 2 രീതിയിലാണ് പോയത്. പാർട്ട് 1 പഠിപ്പിച്ച ആള് ഇപ്പോൾ ക്വാണ്ടം മെക്കാനിക്സിലെ ഒരു ഏറ്റവും ബെസ്റ്റ് ബുക്ക് ഉണ്ട്, JJ സക്കുറൈ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതിലെ ചാപ്റ്റർ വൈസ് ആണ് ആക്ച്വലി അയാൾ പഠിപ്പിച്ചത്. പക്ഷെ ബുക്ക് തന്നെ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ പിന്നീട് അടുത്ത ആള് വന്നപ്പോൾ അയാളെ പെർസ്പെക്റ്റീവ് വേറെയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു പ്യൂർലി ആ ടീച്ചറെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് പല സ്ട്രക്ചറുകളും. അപ്പൊ അതിന് മേ ബി ബെനിഫിറ്റ്സും ഉണ്ടാകാം, പക്ഷേ മെറിറ്റും ഡിമെറിറ്റും ഉണ്ടാകാം. ഇപ്പൊ നമ്മൾ കോളേജ് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് പഠനം മാത്രമല്ല. അതുകൊണ്ട് ഇപ്പൊ നമ്മൾ ഫോക്കസ്ഡ് ആയിട്ട് ഇന്ന സാധനം പഠിച്ചാൽ മതി, ബാക്കി സമയങ്ങൾ നമുക്ക് ഇൻട്രസ്റ്റിലോട്ട് ഫോക്കസ് ചെയ്യാൻ മതി. ഇപ്പൊ എന്റെ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ അത് 100%. ഇപ്പൊ ഞാൻ മെക്കാനിക്കൽ എഞ്ചിനീയർ ആയിരുന്നു. അപ്പൊ ആ സമയത്ത് എന്റെ കൂടുതൽ ഇൻട്രസ്റ്റ് ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ആയിരുന്നു. അവിടെ ക്ലബ് ആക്ടിവിറ്റീസ് PSI റേസിംഗ് ക്ലബ് എന്ന് പറയുന്ന ഒരു ക്ലബ് ഉണ്ടായിരുന്നു. അപ്പൊ ജസ്റ്റ് നിങ്ങൾ യൂട്യൂബിൽ അടിച്ചു നോക്കിയാൽ കാണാം, ബാഹ റേസിംഗ്, സുപ്ര റേസിംഗ്, ഇത് ഓൾ ഇന്ത്യ ലെവലിൽ നടക്കുന്ന റേസിംഗ് ആണ്. NIT ജലന്ധറൊക്കെ ആയിരുന്നു ടോപ്പിൽ വരാൻ സാധാരണ ആ റേസിംഗിന്. അപ്പൊ ഇതിനൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ടൈം അതിലോട്ട് കൊടുക്കാൻ പറ്റും, നമ്മുടെ സ്കില്ല് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അക്കാദമിക് ബേർഡൻ കുറവായിരിക്കും. അത് ഗരക്പൂറും ഫീൽ ചെയ്തിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ ചിലപ്പോൾ നമ്മളിത് സംസാരിക്കുന്ന സമയത്തും ഇപ്പം IIT-ലെത്തിയ ഫ്രഷേഴ്സും NIT-ലെത്തിയ ഫ്രഷേഴ്സും ഒക്കെ ഉണ്ടെങ്കിൽ ഇവരെന്തായി പറയുന്നത് എന്നുള്ളത് മിക്കവാറും. പക്ഷെ എനിക്ക് തോന്നുന്നത് മേ ബി ആഫ്റ്റർ ഫ്യൂ മന്ത്സ് സൈക്കിളിലേക്ക് കയറി കഴിഞ്ഞാല് ഫീൽ ചെയ്തെന്താ വെച്ചാല്, നമ്മളെ ഇപ്പൊ നാട്ടില് നമ്മൾ MSc ചെയ്യുന്ന സമയത്ത് എന്താ വെച്ചാല് അക്കാദമിക് ബേർഡൻ ഭയങ്കര കൂടുതലായിരിക്കും. അതായത് നമുക്ക് പാസ്സാവാനുള്ളത് ഇവിടെ കംപ്ലീറ്റ് സബ്മിഷൻസ്. കൊറേയൊക്കെ ഞാൻ ഫെയിൽ ആവുന്ന കുട്ടികളെ കാണാറേ ഇല്ല. ഏകദേശം ആ നോട്ട്സ് പഠിക്കുന്നു, എല്ലാവരും പാസ്സാവുന്നു, ബാക്കിയുള്ള ഇൻട്രസ്റ്റിൽ പോകുന്നു. അതിന് ഫാക്കൽറ്റീസ് ഫുൾ സപ്പോർട്ടാ. ഇവിടെ ആവുന്ന സമയത്ത് പഠിക്കണം, ഫുൾ ടൈം പഠിക്കണം, ഫുൾ ടൈം ലാബിലിരിക്കണം, അതുമായിട്ട് ഭയങ്കര വ്യത്യാസം. അതുകൊണ്ട് തന്നെ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ട്സിലൊക്കെ സപ്ലി എന്നുള്ള ടേം തന്നെ കുറവായിരിക്കും. നാട്ടിലെത്തുമ്പോഴാണ് എത്ര ബിടെക് ആണെന്ന് ചോദിച്ചാൽ അടുത്ത ക്വസ്റ്റ്യൻ എത്ര സപ്ലി ഉണ്ട്. പക്ഷെ NIT IIT-കളിലൊന്നും എന്തില്ല, ഈ ക്വസ്റ്റ്യൻ നമുക്ക് കേൾക്കേണ്ടി വരില്ല. കാരണം അവിടെ അങ്ങനത്തെ സംഭവം റിലേറ്റീവ്ലി വളരെ കുറവാണ്. അതെ, ഇപ്പം എനിക്കൊരു എക്സാം മിസ്സായിരുന്നു. അപ്പൊ ഞാൻ ആ അക്കാദമിക് സ്ട്രക്ചറിലേക്ക് വരുമ്പോൾ എന്റെ 2 എക്സ്പീരിയൻസ് പറയാം. പക്ഷെ ഞാൻ എക്സ്പീരിയൻസ് പറഞ്ഞാല് ചില ആളുകൾ ചിലപ്പോൾ വിശ്വസിക്കാറില്ല. ഇപ്പൊ എനിക്ക് IIT-ൽ മോസ്റ്റ് പ്രോബബ്ലി സർപ്രൈസ് ടെസ്റ്റുകൾ ഉണ്ടാവാറുണ്ട്. നമ്മൾ ക്ലാസ്സിൽ നോർമൽ ലെക്ചർ ആയിരിക്കും അത് നടക്കുന്നുണ്ടാകുക. മേ ബി ഏറ്റവും അവസാനത്തെ ഹാഫ് ആൻ അവർ എക്സാം ആയിരിക്കും. അപ്പം ഞാൻ അന്ന് അവസാനത്തെ ഹാഫ് ആൻ അവർ ഞാൻ ക്ലാസ്സിൽ നിന്ന് ബങ്ക് ചെയ്തു, പുറത്തു പോയി. എനിക്ക് വേറെ എൻ്റെ ഒരു സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ട് ഒരു ചെറിയ കാര്യം ശരിയാക്കാനുണ്ടായിരുന്നു. അന്നാണ് ആ സമയമായിരുന്നു എനിക്ക് അലോട്ട് ചെയ്ത് കിട്ടിയത്. എനിക്ക് പോകാണ്ട് വരെ നിർത്തിയില്ല. അപ്പോൾ ഞാൻ ക്ലാസ് സ്കിപ്പ് ചെയ്ത് ആ സമയത്ത് ആക്ച്വലി എക്സാം നടന്നു ഹാഫ് ആൻ അവർ.
ആ ഹാഫ് ആൻ അവർ അപ്പം എനിക്ക് സർപ്രൈസ് ടെസ്റ്റ് മിസ്സായി. ഇപ്പോൾ സർപ്രൈസ് ടെസ്റ്റ് മിസ്സായി കഴിഞ്ഞാൽ നമ്മളെ ഇന്റേണലിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യും. അപ്പോൾ അവിടെ ഇത് 0 വന്നത്. അങ്ങനെ ലാസ്റ്റ് ആ സെമിസ്റ്ററിന്റെ സബ്മിഷൻ സമയം വന്ന സമയത്ത് ഞാനത് പോയി എന്ന് വിചാരിച്ചു, കംപ്ലീറ്റ്ലി കയ്യിൽ നിന്ന് പോയി എന്ന് വിചാരിച്ചതാണ്. പക്ഷേ ആ സമയത്ത് കുറേ സ്റ്റുഡൻസ് റിക്വസ്റ്റ് ചെയ്തു, അന്ന് മെഡിക്കൽ എമർജൻസി കാരണം ലീവ് ആയവരുണ്ട്, അപ്പം അന്ന് ഇങ്ങനെ തീരെ അറിയാത്തതുകൊണ്ട്. അപ്പോൾ പ്രോഫും അത് കൺസിഡർ ചെയ്തു, സർപ്രൈസ് ടെസ്റ്റ് ആയിരുന്നതുകൊണ്ട് അന്ന് എഴുതാത്ത ആളുകൾക്കൊക്കെ ഒരു റീ എക്സാമിന് ഒക്കെ സമ്മതം കൊടുത്തു. അപ്പോൾ ആ എക്സാം കണ്ടക്ട് ചെയ്യുന്നത് ആക്ച്വലി അവരെ അണ്ടറിലുള്ള PhD ഇന്ത്യൻ ആയിരുന്നു. അപ്പോൾ അന്നത്തെ എക്സാം ഭയങ്കര സർപ്രൈസിങ് ആയിരുന്നു. അപ്പം അന്ന് എക്സാം മെയിൽ വന്നു, അപ്പോൾ രജിസ്റ്റർ ചെയ്യാനുള്ള ഒരു സംഭവം തന്നു, ആ രജിസ്റ്റർ ചെയ്തു. രജിസ്റ്റർ ചെയ്തവർക്കൊക്കെ ഒരു മെയിൽ വന്നു, ദിസ് വിൽ ബി എ ക്വൈറ്റ് സർപ്രൈസിങ് എക്സാം. എന്നിട്ട് എക്സാം എന്താണ്, സംഭവം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് 4 മണിക്ക് അപ്ഡേറ്റ് വരും. 4 മുതൽ 5 വരെ ആയിരിക്കും നിങ്ങളുടെ സമയം. 1 മണിക്കൂറാണ് എക്സാമിന്. എക്സാം എന്താണോ ക്വസ്റ്റ്യൻ എന്താണോ ഒന്നുമേ പറഞ്ഞിട്ടില്ല. എന്നിട്ട് 4 മണിക്ക് നിങ്ങൾ ഓൺലൈൻ എക്സാമാണ്, എക്സാം ഓൺലൈനാണ്, നമ്മളൊരു സ്പെസിഫിക് സ്ഥലത്ത് പോയി ഇരിക്കേണ്ട ആവശ്യമില്ല. ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഇമെയിൽ അയച്ചിരുന്നാണ് മെയിലുള്ളത്, നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും ഇരിക്കാം. അപ്പോൾ ഞങ്ങളുടെ എക്സാം എഴുതാത്ത എല്ലാ ആളുകളും കൂടെ ഫ്രണ്ട്സിൻ്റെ 2-3 റൂമിലൊക്കെ ഒരുമിച്ച് കൂടി, എന്നിട്ട് എല്ലാവരും ഫുൾ സജ്ജമായിട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഓക്കെ സർപ്രൈസിങ്, ഭയങ്കര എന്തോ മാരക ക്വസ്റ്റ്യൻ ആയിരിക്കും, കാരണം ഓൺലൈൻ ആയിട്ടാണല്ലോ, നമുക്ക് എല്ലാ റിസോഴ്സുകളും അവൈലബിൾ ആക്കി തന്നുകൊണ്ട്. സർപ്രൈസിങ് ആയിട്ട് അതിലുണ്ടായിരുന്നത് ഒരു ടെക്സ്റ്റ് ബുക്കിൽ കൃത്യമായിട്ടുള്ള എക്സാമ്പിൾസ് പറയുന്നുണ്ട്, എക്സസൈസുകൾ പറയുന്നുണ്ട്. ആ ടെക്സ്റ്റ് ബുക്ക് എക്സസൈസ് നമ്പർ 1 to 10 എനി 5 നിങ്ങൾക്ക് സോൾവ് ചെയ്യാന്നുള്ളതാണ്. അപ്പൊ അത്രയും സിമ്പിൾ ആയിട്ടായിരുന്നു അന്ന് ആ എക്സാം കണ്ടക്ട് ചെയ്തത്. അപ്പൊ അന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് അക്കാദമിക്സിൽ കൂടുതലായിട്ട് അവർ ഫ്രസ്ട്രേഷൻസ് നൽകുന്നില്ല എന്നുള്ളത്. പക്ഷെ എനിക്ക് തോന്നുന്നത് ഡിപ്പെൻഡ്സ്, ചില സ്ഥലങ്ങളിൽ ചില ഡിപ്പാർട്ട്മെന്റുകളിൽ ചില ടീച്ചേഴ്സൊക്കെ ചില സമയം എനിക്ക് തോന്നുന്നുണ്ട് ഫ്രസ്ട്രേഷൻ കൊടുക്കുന്നുണ്ട്. അത് ടീച്ചേഴ്സിന്, ഫാക്കൽറ്റീസിനാണ് അവരുടെ മെജോറിറ്റി. പക്ഷെ എനിക്ക് തോന്നുന്നു അക്കാദമിക്സിൽ സ്ട്രെസ് വരെ കൂടുതൽ ഈ പ്രൊജക്ട് ചെയ്യുമ്പോ കുറച്ചുകൂടെ ഔട്ട്പുട്ട് ഓറിയന്റഡ് ആയിട്ട് തന്നെയാണ് തോന്നിയിട്ടുള്ളത്. കാരണം എനിക്ക് ഉത്തമ ഉദാഹരണങ്ങളുണ്ട്. അപ്പൊ എനിക്ക് എൻ്റെ IIT-യിൽ എക്സ്പീരിയൻസ് ചെയ്ത ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മോസ്റ്റ് പ്രോബബ്ലി ഇവരെ പല ആളുകളെയും ലെക്ചേഴ്സ് NPTEL ലെക്ചേഴ്സിൽ ഉണ്ടാകും. അതിൽ ഇവരതേ സംഭവങ്ങൾ മേ ബി കൊടുക്കുന്നുണ്ടാകും. അപ്പോൾ അവർ ആ ഒരു പാറ്റേണിലാണ് ചിലപ്പോൾ പോകുന്നുണ്ടാവുക. എന്നിട്ട് ഇവര് ചില സമയത്ത് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് ഭയങ്കര പ്യുവർ ഫിസിക്സോ പ്യുവർ സാധനങ്ങളായിരിക്കും. എന്താണ് നമ്മൾ അപ്ലിഫ്റ്റ് ചെയ്യാനുള്ള, അതായത് ചിലപ്പോൾ നമുക്കൊന്നും ഒരു ബാക്ക്ഗ്രൗണ്ടും ഇല്ലാത്ത ആളെ ചിലപ്പോൾ കണക്ഷൻ കിട്ടിയെന്ന് വരില്ല. ചിലപ്പോൾ ചെറിയൊരു പാർട്ട് മാത്രമായിരിക്കും നമ്മൾ MSc കോഴ്സിലോ അല്ലെങ്കിൽ നമ്മൾ ആ ഒരു പേപ്പറിലോ ഒക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടാകുക. പക്ഷേ എക്സാമിന് വരുന്ന സമയത്ത് അത് കുറച്ചുകൂടെ ലൈറ്റായിട്ട് ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഒരു സമ്മറൈസ് ചെയ്തിട്ട് ആക്ച്വലി തന്നിട്ടുണ്ടാകും. ഇനി ഈവൻ ദോ എൻ്റെ ചില പേപ്പറുകൾ എനിക്ക് ഓർമ്മയുണ്ട്, ഇവർ ഭയങ്കര ഹയർ ലെവൽ ഡിസ്കഷനിൽ പല കാര്യങ്ങളും എക്സാമിന് ചോദിച്ചു. പേപ്പറിൽ പല ആളുകൾക്കും അത് അത്ര എഴുതി പിടിപ്പിക്കാൻ പറ്റാത്ത പേപ്പറുകളിൽ പോലും ആളുകൾ ഫെയിൽ ആയിട്ടില്ല. ഞങ്ങളെല്ലാവരും ഫെയിൽ ആവുന്ന ഉറപ്പിച്ച ചില പേപ്പറുകൾ ഉണ്ടായിരുന്നു, അത് ഫെയിൽ ആയിട്ടില്ല. പിന്നെ അതില് ഒരു ഫാക്ടർ റിലേറ്റീവ് ഗ്രേഡിങ്ങും കൂടെയാണ്. നിങ്ങൾക്ക് റിലേറ്റീവ് ആയിരുന്നു? എനിക്ക് റിലേറ്റീവ് ആയിരുന്നു. റിലേറ്റീവില് സെയിം പ്രഷറും ഉണ്ട്. ബട്ട് പ്രഷർ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ടോപ്പറെ ഡിപ്പെൻഡ് ചെയ്യും. ഈ ടോപ്പർ മനസ്സ് വെച്ചാല് എല്ലാവർക്കും പാസ്സാവാം. അത് ബിടെക്കിന് നേരെ തിരിച്ചായിരുന്നു. അതായത് റിലേറ്റീവ് എന്ന് പറയുമ്പോൾ നമുക്ക് പാടായിരുന്നു. കാരണം ടോപ്പ്, അതായത് ഓൾ ഇന്ത്യ റാങ്ക് ടോപ്പ് 1000-ലുള്ള സ്റ്റുഡൻസ് ആണ് ഇവിടെ ഉണ്ടായിരുന്നത്, നമ്മുടെ ബിടെക് ക്ലാസ്സിൽ ഉണ്ടായിരുന്നത് മെക്കാനിക്കൽ. അപ്പോൾ ഇവര് ടോപ്പ് മാർക്ക് 10 GPA ആണെങ്കിൽ ടോപ്പറുടെ മാർക്കും 10 ആയിരിക്കും. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഫാക്ടറോട് ഇവിടെ അത് കൂടുതൽ പ്രശ്നത്തിലേക്ക് നയിക്കും. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ ക്ലാസ് റൂം കോംബ് ഇല്ലാത്തത് കൊണ്ട് ഈ ടോപ്പറോ അല്ലെങ്കിൽ ഇവരായിട്ടോ ചിലപ്പോൾ നമുക്ക് അത്ര കണക്ഷൻ ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ ഒരേ ക്ലാസ്സിൽ ഇപ്പൊ നമ്മളൊരു 2 വർഷമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു 30 പേരാണെങ്കിൽ ചിലപ്പം നമ്മൾ നാട്ടിലൊക്കെ നടക്കുന്ന ഒരു സഹായിച്ചേക്കാം. പക്ഷെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാല് ചിലപ്പം വേറെ ബ്രാഞ്ച് ആയിരിക്കും ചിലപ്പോൾ ആ പേപ്പറിലാണ് ഉണ്ടാവുക. അപ്പൊ അങ്ങനെ വരുമ്പോൾ അവർ യാതൊരുവിധ സഹകരണവും ചിലപ്പോൾ ഉണ്ടായിക്കോണമെന്നില്ല. ബട്ട് സ്റ്റിൽ അതിലൊരു അഡ്വാൻറ്റേജും കണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ ഈവൻ ടീച്ചർ പഠിപ്പിച്ചത് പ്രശ്നമാണെങ്കിലും നമുക്ക് പാസ്സാവാം. ടീച്ചർ ഭയങ്കര പ്രശ്നമാണ് പഠിപ്പിച്ചത്, ഒന്നും ആർക്കും മനസ്സിലായില്ല. അപ്പോൾ കമ്പാരിറ്റീവ്ലി ഏറ്റവും കൂടുതൽ ആരാണോ മനസ്സിലായത് അവനെ വെച്ചിട്ടല്ലേ അളക്കുള്ളൂ. അപ്പൊ അങ്ങനെ റിലേറ്റീവ് ഗ്രേഡിങ് നല്ലതായിട്ട് തോന്നിയിട്ടുണ്ട്. എനിക്ക് ഫാസിന്റെ അടുത്ത് ഒരു കാര്യം കൂടി അറിയേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഫവാസ് ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങിയ ഒരു വ്യക്തിയാണ്. അപ്പോൾ ഈ ഒരു IIT ഖരഗ്പൂർ ലൈഫ് എങ്ങനെയാണ് ആ ഒരു ഏരിയയിലോട്ട് എക്സ്പ്ലോർ ചെയ്യാൻ സഹായിച്ചത്? IIT-യുടെ ഒരു കൾച്ചറിൽ ഒരു ലൈക്ക് സ്കില്ലിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്.
ഇപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞു വെച്ചതിൽ അക്കാദമിക്സിനല്ല. ഇപ്പൊ കാരണം പല ഇവിടെ നോർമൽ കോളേജുകളിലോ ഒക്കെ പഠിക്കുന്ന സ്റ്റുഡൻസിന് അക്കാദമിക് ബേർഡൻസ് കൂടുതലാണ്. അതായത് അക്കാദമിക്സിലുള്ള കാര്യങ്ങൾ സബ്മിറ്റ് ചെയ്തിട്ട് അവർക്ക് വേറെ സമയം കിട്ടുന്നില്ല. പക്ഷെ നമുക്ക് ഇവിടെ നേരത്തെ സൂചിപ്പിച്ച പോലെ പല ക്ലബ് ആക്ടിവിറ്റീസ്, പല സെല്ലുകൾ, അങ്ങനത്തെ കുറേ സംഭവങ്ങൾ നമുക്ക് ആക്ടിവിറ്റീസിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇനീഷ്യലി എനിക്ക് ക്യാമ്പസിലുള്ള സമയത്തല്ല ആക്ച്വലി സ്റ്റാർട്ടപ്പിൻ്റെ ഐഡിയാസ് വന്നത്. ക്യാമ്പസിൽ നിന്ന് ഏകദേശം ലേറ്റ് ആയിട്ട് ഇറങ്ങുന്നതിൻ്റെ ലാസ്റ്റ് ഇയറുകളിലാണ്. അപ്പോൾ ആ സമയത്ത് തന്നെ ഞാൻ ഓൺട്രപ്രണർഷിപ്പ് സെല്ലിൽ ഉണ്ടായിരുന്നു. പക്ഷേ ശരിക്കും ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ അറിയാണ്ട് ആ ഒരു കൾച്ചർ IIT എനിക്ക് കിട്ടിയിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് പിന്നീട് അതിൽ സർവൈവ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്, അതിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് പറ്റിയിട്ടുള്ളത്. അപ്പോൾ അതിലെ ഫാക്ടറുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ IIT-കളിൽ കണ്ടതിൽ 90% ആളുകളും അവർ പഠിച്ച കോഴ്സല്ല ആക്ച്വലി കരിയർ ആയിട്ട് എടുക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ച ആള് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആയിട്ടുള്ള എഞ്ചിനീയർ ആയിട്ടല്ല പോകുന്നത്. മേ ബി അവിടെ പല മേഖലയിൽ. ഇപ്പം അതിൻ്റെ ഒരു ലേറ്റസ്റ്റ് എക്സാമ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ലാസ്റ്റ് മന്ത് IIT ഖരഗ്പൂർ വിസിറ്റ് ചെയ്ത സമയത്ത് ഓൺട്രപ്രണർഷിപ്പ് സെല്ലിലെ സെൽ മെമ്പറുമായിട്ട് ഞാൻ കണക്ട് ചെയ്തു. അവൻ ജിയോ ഫിസിക്സാണ്, അവൻ പഠിച്ച് ജിയോ ഫിസിക്സാണ്. അപ്പോൾ അവനോട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ചോദിച്ചു, അപ്പം എന്താണ് ഇപ്പോൾ അവന് 1 ഇയറും കൂടെ ഉണ്ട് പാസ് ഔട്ട് ആയിട്ട് എന്താ എൻ്റെ ഡ്രീം വെച്ചു. അവൻ എടുത്ത പാടെന്നോട് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവനൊരു യൂണിക്കോൺ കമ്പനിയിൽ പോകണം, ഒരു യൂണിക്കോൺ സ്റ്റാർട്ടപ്പിൽ അവന് പ്ലേസ്ഡ് ആവണം. എൻ്റെ ഏരിയ പീപ്പിൾ മാനേജ്മെന്റ് ആണ്, അവർക്ക് സ്റ്റാർട്ടപ്പിന്റെ ചില ഏരിയാസ് ഒക്കെ ഫോക്കസ് ചെയ്തിട്ടുണ്ട്, അതാണ് അവന്. അപ്പോൾ ജസ്റ്റ് ഇമാജിൻ ചെയ്ത് നോക്കാം, അവൻ പഠിച്ചത് ജിയോ ഫിസിക്സാണ്, ബട്ട് അവൻ പോകാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള. അപ്പോൾ ആ കൾച്ചർ, ആ ഒരു സ്കില്ല് കിട്ടാനുള്ള കുറേ അധികം സാഹചര്യങ്ങൾ ഇതുപോലത്തെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഉണ്ട് എന്നുള്ളതാണ് ഞാൻ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അപ്പൊ അത് തന്നെയാണ് ഈ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ബാക്കിയുള്ളതിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. ഇപ്പൊ അത് തന്നെയാണ്. അതായത് ഇപ്പൊ നമ്മൾ ഏത് ഒരു ആഗ്രഹമാണെങ്കിലും ഈവൻ IITs അല്ലെങ്കിൽ NITസിലൂടെ പോകുന്നത് വഴി നമുക്ക് കുറെ സ്കില്ല് അക്വയർ ചെയ്യാൻ പറ്റും, കുറെ പേരെ കാണാൻ പറ്റും. നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് കൂടുതൽ എന്താണ് ചിന്താഗതികളിലോട്ട് നമുക്ക് എത്തിപ്പെടാൻ പറ്റും. അങ്ങനെ എന്തെങ്കിലും ജർഷയുടെ എക്സ്പീരിയൻസിൽ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു? എനിക്കും ഫീൽ ചെയ്തെന്താ വെച്ചാല്, ശരിക്കും ആ ഒരു, അതായത് ഞാനിപ്പോ നോർമൽ കോളേജിൽ MSc ചെയ്യായിരുന്നെങ്കിൽ മേ ബി ഞാനിങ്ങനെ ഇതേപോലെ സംസാരിക്കാനോ അല്ലെങ്കിൽ ഒരു സ്റ്റാർട്ടപ്പിൽ വർക്ക് ചെയ്യാം, ആ കൾച്ചറിലേക്ക് എനിക്ക് പോവാം, എനിക്ക് സ്കില്ല് ഡെവലപ്പ് ചെയ്യാം എന്നുള്ള ഒരു മെന്റാലിറ്റി പോലും എനിക്ക് വന്നെന്ന് വരില്ല. അതായത് ഒരു നോർമൽ ഒരു കോമൺ റുട്ടീൻ ഉണ്ടാവില്ല, ഓക്കെ ഇത് പഠിക്കുന്നു അങ്ങോട്ടേക്ക് പോകുന്നു, അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു, അങ്ങനത്തെ ഒരു എനിക്ക്. പിന്നെ അതേപോലെ തന്നെ അതായത് ഇപ്പൊ നമുക്ക് സ്കില്ലാണ് വേണ്ടത്, അതേപോലെ ഒരിക്കലും ഒന്നിനും സ്റ്റിക്ക് ഓൺ ചെയ്യരുത് എന്നുള്ള ഫീലിംഗ്. അതായത് ഇപ്പോൾ എനിക്ക്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് ഓരോ സമയത്ത് ഓരോ ഇഷ്ടമാണ്, ഞാൻ അതിലേക്ക് ജമ്പ് ചെയ്തുകൊണ്ടിരിക്കും. ആ ജമ്പ് ചെയ്യാനുള്ള ശരിക്കും എൻ്റെ ഒരു ആ ഒരു സ്ട്രെങ്ത്, അല്ലെങ്കിൽ ആ ജമ്പ് എന്തുകൊണ്ട് ജമ്പ് ചെയ്തുകൂടാ എന്നുള്ള എനിക്ക് ആ ഒരു ക്വസ്റ്റ്യൻ എന്നോട് ചോദിക്കാൻ പറ്റിയ ശരിക്കും ഞാൻ ഈ ഒരു ഓപ്പർച്യൂണിറ്റി, അതായത് ഒന്നിലും സ്റ്റീപ്പ് എനിക്ക് കെമിസ്ട്രി വേണ്ട, എനിക്ക് വേറെ എന്തെങ്കിലും പോകണം, അല്ലിപ്പോൾ വേറെ എന്തെങ്കിലും ആണെങ്കിൽ ഓക്കെ വൈ നോട്ട് ഗോ എന്നുള്ള ശരിക്കും ആ ഒരു ഫ്രീഡം ആയാലും, അല്ലെങ്കിൽ എനിക്ക് ആ ഒരു ഭയങ്കര സ്ട്രെങ്ത്തും എക്സ്പീരിയൻസിലൂടെ ആയിരിക്കും. കാരണം കുട്ടികൾ തിങ്ക് ചെയ്യുന്ന വലിയൊരു റോങ് കൺസെപ്റ്റ് ആണ്. ഇപ്പം ആളുകള് വിചാരം, ഇപ്പം ഓഫ്കോഴ്സ് പാരന്റ്സ് ആയാലും ബാക്കിയുള്ള എല്ലാവർക്കും വേണ്ടത്, ഇപ്പം മേ ബി ചില പെർസ്പെക്റ്റീവ് സ്റ്റുഡൻസിനാണെങ്കിലും ഏറ്റവും സാധ്യതയുള്ള കോഴ്സ്, പെട്ടെന്ന് ജോലി കിട്ടുന്നത്, അതാണ് എല്ലാവരും ചോദിക്കുക. എപ്പോഴും അഡ്വൈസ് എടുക്കുന്ന സമയത്ത് എല്ലാവരും ചോദിക്കുന്നതായിരിക്കും ഏതാ നല്ല സ്കോപ്പ് ഉള്ളത്. എനിക്ക് തീരെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻസർ ചെയ്യാൻ ഏറ്റവും കൂടുതൽ മടിയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണത്, ഏതിനാണ് സ്കോപ്പ് ഉള്ളത്. ശരിക്കും അങ്ങനെ ഒരു സംഭവം ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമുക്ക് എവിടെയാണോ പാഷൻ അത് സ്കോപ്പ് ആയിട്ട് എടുക്കുക. അതെ, കാരണം അങ്ങനെ ഡെവലപ്പ് ചെയ്യാനായിട്ട് പറ്റണം. അപ്പൊ ശരിക്കും ഇതുപോലത്തെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കണ്ടൊരു സംഭവം, ഇതുപോലത്തെ പല വെറൈറ്റി പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ പല വെറൈറ്റി ഏരിയാസിലേക്ക് സ്വിച്ച് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലാണ് അവിടുത്തെ കൾച്ചറുകൾ. അപ്പൊ അതാണ് ശരിക്കും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത്.